ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രീം BSc ഇന്നലത്തെ വന്യജീവി സങ്കേതങ്ങളുടെ ബാലൻസ് ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ നമുക്ക് ബാക്കി വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇന്നലെ നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതമാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം. ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നീ പേരുകൾ അറിയപ്പെടുന്നതും വയനാട് വന്യജീവി സങ്കേതമാണ്. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റ് പേരുകളാണ് ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ ഏതൊക്കെ താലൂക്കുകളിലാണ്? മാനന്തവാടിയും സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായിട്ടാണ് വയനാട് വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായത് 1992 1992 ഇത് പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിൽ വന്നു. അടുത്തത് പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തേതും ഇന്ത്യയിലെ 38ാമത്തേതുമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 2010 പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 2010 പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. മുതലമട എന്ന ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തൂണക്കടവാണ്. തൂണക്കടവാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം. കേരളത്തിലൂടെ ഔദ്യോഗിക പ്രവേശന കവാടമില്ലാത്ത ഏക സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതവും പറമ്പിക്കുളമാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണപ്പെടുന്നത് പറമ്പിക്കുളത്താണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ഇന്ദിരാഗാന്ധി ആനമലൈ ദേശീയോദ്യാനം. അടുത്തത് ചെന്തുരണി വന്യജീവി സങ്കേതമാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം. 171 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. ഇത് നിലവിൽ വന്നത് 1984 ചെന്തുരണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 ചെന്തുരണി എന്ന മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ്. ചെന്തുരണി എന്ന മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക. ചെന്തുരണി വന്യജീവി സങ്കേതം
കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തുരുണി. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ചെന്തുരുണിയാണ് 2012. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. തെന്മല സ്ഥിതി ചെയ്യുന്നത് ചെന്തുരുണിയിലാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് നെയ്യാറാണ്. നെയ്യാറിനെ കുറിച്ച് ഒരുപാടൊന്നുമില്ല, കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തേത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാറ്. 1958 സ്ഥാപിതമായത്. ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 128 ചതുരശ്ര കിലോമീറ്റർ ആണ്. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അപ്പോൾ നെയ്യാർ വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് സ്റ്റീവ് ഇർവിൻ പാർക്ക്. നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണ്. നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ ലയൺ സഫാരി പാർക്ക് ആരംഭിച്ചത് 1984. 1984 നെയ്യാർ ലയൺ സഫാരി പാർക്ക് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ രണ്ടാമത്തേതുമായിരുന്നു നെയ്യാർ ലയൺ സഫാരി പാർക്ക്. അപ്പോൾ നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ തീർന്നിട്ടില്ല, ഒരുപാടുണ്ട്. നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് അത് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെയായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.